ഫിലിപ്പിനേരി കോൺഗ്രിഗേഷൻ കേരളത്തിൽ സ്ഥാപിച്ച ഏകദേശം 7ഓളം മഠങ്ങളുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് സിസ്റ്റർ ലിസീത്തായിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി. വീണ്ടും നമുക്ക് ഫിലിപ്പിനേരി കോൺഗ്രിഗേഷൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും പുണ്യവാളനെക്കുറിച്ചും അവരുടെ കാര്യസ്ഥത്തെക്കുറിച്ചും കൂടുതലായി പരിചയപ്പെടാം. സിസ്റ്റർക്ക് ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഈ ഒരു മഠമല്ലാതെ വേറെ എത്ര മഠങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് കേരളത്തിൽ? 7 മഠങ്ങളുണ്ട്. ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാവട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ മേരിക്കുന്നതിൽ ഒരു ഹൗസ്, അത് സ്റ്റഡി ഹൗസായിട്ട് പോസ്റ്റലൻസിന് വേണ്ടി തുടങ്ങി. അപ്പോൾ ചിപ്പിരിത്തോട്ടൊക്കെ ഞങ്ങളുടെ സാന്നിധ്യമുള്ള മഠങ്ങളിലൊക്കെ എന്തൊരു വികസനമാണെന്നറിയാമോ. ഒരുപാട് എനിക്കൊന്ന് ഫിലിപ്പിനേരി പുണ്യാളൻ അത്രയും വലിയ ഫിലിപ്പിനേരി പുണ്യാളനോട് ദൈവത്തെയാണല്ലോ നമ്മൾ മഹത്വപ്പെടുത്തുന്നത്. പുണ്യാളൻ ചെല്ലുന്നിടത്തെല്ലാം ഒരു മുട്ടും ഉണ്ടാകില്ല. ഈ ചിപ്പിരിത്തോട്ടൊക്കെ വിദ്യാഭ്യാസം, ഹൗസുകൾ, ജോലികൾ, എല്ലാവരും നല്ലൊരു ഈ പുതുപ്പാടിയാണെങ്കിലും പുതുപ്പാടിയിലെ ജനങ്ങൾ പറയും, നിങ്ങൾ വന്നേ പിന്നെ ആവട്ടോ ഞങ്ങൾക്ക് ഇത്രയും പുതുപ്പാടി പള്ളിയും വളർന്നു, മഠവും വളർന്നു, ജനങ്ങളും വളർന്നു. ഇപ്പോൾ ഈ പുതുപ്പാടിയും ചിപ്പിരിത്തോടും അല്ലാതെ മറ്റുള്ള മഠങ്ങൾ എവിടെയൊക്കെയാണ്? മഠങ്ങൾ ഒന്ന് ഇരിങ്ങാലക്കുട രൂപതയിലുണ്ട്. അവിടെയും ഞങ്ങൾ ഇതുപോലെ പള്ളി ഞങ്ങൾക്ക് സ്ഥലം തന്ന് ഞങ്ങൾ പോയതാണ്. പിന്നെ തൃശ്ശൂർ രൂപതയിലും അവിടെയും ഞങ്ങൾ ഒരു സാമ്പത്തികമില്ല, ഞങ്ങൾ സിസ്റ്റേഴ്സിനെ തരാം, ഞങ്ങൾ സേവനം ചെയ്യാം, ഞങ്ങളൊരു കോമിഷൻ നടത്തുവേ. കോമിഷൻ നടത്തി കഴിയുമ്പോൾ പിന്നെ ഞങ്ങളെ വിടിയല്ല അവർ. ഭയങ്കര നമ്മളുണ്ടല്ലോ ഈ നല്ല സ്വതന്ത്രരാണ്. എല്ലാ പിള്ളേരൊക്കെ ആണെങ്കിലും എല്ലാവരോടും നല്ല സംസാരിക്കുകയും ഇടപെടുകയും നല്ലപോലെ നല്ല വേണ്ട കാര്യങ്ങൾ. ഞങ്ങൾക്കൊരു ഏത് രോഗിയെ കണ്ടാലും ഒരു അവരെ ആലിംഗനം ചെയ്യുന്നതിനോ നമുക്കൊരു അങ്ങനെ പറയല്ലേ, അറപ്പ് പോലും നമുക്കില്ല. അതുപോലെ ഇരിങ്ങാലക്കുടക്കാർ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ തൃശ്ശൂരുകാരെന്ന് പറഞ്ഞാൽ 5 വർഷം കാത്തിരുന്നു ഞങ്ങൾ ചെല്ലാൻ വേണ്ടി. അവിടെ നിന്ന് പറഞ്ഞു, ഇപ്പം നമുക്ക് പറ്റിയല്ലോ, നമുക്ക് സാമ്പത്തികമൊന്നുമില്ലല്ലോ എന്ന്. സാമ്പത്തികം ഒരു പ്രശ്നമല്ലെന്നേ, ഞങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ വന്നാൽ മതി, നിങ്ങളുടെ സാന്നിധ്യം മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തൃശ്ശൂർ ചെന്നത്. ഇരിങ്ങാലക്കുട അങ്ങനെ തന്നെ. പിന്നെ ചുണ്ടയിലാണെങ്കിൽ ഫ്രാൻസിസ്കൻസ് മിഷനറിമാരുടെ പോയേക്കുന്നത്. ചുണ്ടയിൽ പള്ളി നമ്മുടെ ചക്കാലയ്ക്ക് പിതാവ് വളരെ സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിച്ചത്. ഇപ്പം ഞങ്ങൾ അവസാനമായിട്ട് അങ്ങോട്ട് പോയതാണ്. കാരണം അവിടെ ആവശ്യമുള്ളതുകൊണ്ട് ഫ്രാൻസിസ്കൻ അച്ഛന്മാരുടെ. അത് ആദിവാസികൾക്കൊക്കെ ട്യൂഷൻ കൊടുക്കാനും തയ്യൽ പഠിപ്പിക്കുവാനും സിസ്റ്റേഴ്സ് വീടുകൾ മുഴുവൻ കയറി ഇറങ്ങുന്നു. ഞങ്ങൾ അങ്ങനെ പല നന്മ പ്രവർത്തികൾ ഒരുപാട് ചെയ്യുന്നുണ്ട് കേട്ടോ. സഭയിലെ കുടുംബങ്ങളിലേക്ക് സിസ്റ്റേഴ്സ് കടന്നു വരണമെന്നും കുടുംബ പ്രേക്ഷിതത്വം വേണമെന്നും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സിസ്റ്റേഴ്സിൻ്റെ എണ്ണക്കുറവ് കൊണ്ട് അത് പല സ്ഥലങ്ങളിലും സാധിക്കുന്നില്ല. നമ്മുടെ കോൺഗ്രിഗേഷനിൽ ദൈവവിളികൾ അധികമായി കടന്നു വരുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കുട്ടികൾ വരുന്നുണ്ടായിരുന്നു. ഇഷ്ടംപോലെ പിള്ളേർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഒരു അല്പം കുറവുണ്ടെങ്കിൽ പോലും 12, 16 ഒത്തിരി പേരെ എടുക്കുന്ന ഒരു ഞങ്ങൾക്ക് ചെറിയ കുടുംബം എന്നുള്ളതാണ്. ഫിലിപ്പിനേരിയുടെ സമൂഹം ചെറിയ സമൂഹം എന്നുള്ളതാണ്. ഒരുപാട് പേര് വേണ്ടെന്നുള്ള ഒരു സമൂഹമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളന്ന് വന്ന എല്ലാവരും എടുക്കാതെ പോലും വിട്ടിട്ടുണ്ട്. അതിന് 16, 12 ഞങ്ങൾ വരുമായിരുന്നു. ഇപ്പം നമുക്ക് 5 നേഴ്സസും ഉണ്ട്, 9 ആസ്പിരൻസും ഉണ്ട് നമുക്ക്. പരിശുദ്ധ കന്യാമറിയത്തോടും പരിശുദ്ധ അരൂപിയോടും ഉള്ള ഭക്തി, കൂട്ടായ്മ, സന്തോഷം, ലാളിത്യം, എളിമ, പ്രാർത്ഥന, പരസ്നേഹം എന്നീ സുഹൃതങ്ങളിലൂടെ വിശുദ്ധ ഫിലിപ്നേരിയുടെ ചൈതന്യത്തിനനുസൃതമായി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഫിലിപ്നേരി സന്യാസിനി സമൂഹത്തിൻ്റെ സിദ്ധി അഥവാ കാരിസം. ഫിലിപ്നേരി സന്യാസിനി സമൂഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തന രംഗങ്ങൾ വിദ്യാഭ്യാസ രംഗം, ഇടവക പ്രവർത്തനങ്ങൾ, കുട്ടികളുടെയും യുവജനങ്ങളുടെയും സന്മാർഗീയ രൂപീകരണത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ, വൃദ്ധജനങ്ങളുടെ പരിപാലനത്തിന് ഉതകുന്ന ഓൾഡ് ഏജ് ഹോം പോലെയുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഉപവി പ്രവർത്തനങ്ങളിൽ വളരുന്നതിനുള്ള ഏതൊരു പ്രവർത്തനവും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനമായി സ്വീകരിക്കാമെന്നാണ് ഞങ്ങളുടെ നിയമാവലി അനുശാസിക്കുന്നത്.
സിസ്റ്റർ 23 വർഷങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇവിടുന്ന് പോകുമ്പോൾ ബാക്കി വെച്ച സ്വപ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നോ? എനിക്ക് എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വീട്ടുകാരോടുള്ള സഹോദരങ്ങളോടുള്ള ബന്ധം ഇവിടെ എല്ലാവർക്കും കയറി വരാനുള്ള എപ്പോഴും തുറന്നു കൊടുക്കണമെന്ന് മദർ പറഞ്ഞിരുന്നത്. ഈ വീടിൻ്റെ ഡോർ എപ്പോഴും തുറന്നു കൊടുക്കണമെന്ന്. സത്യം പറഞ്ഞാൽ ഈ വീടിൻ്റെ ഡോർ എപ്പോഴും തുറന്നു കിടക്കുവേ. അത് ഇവിടെ കള്ളന്മാരൊന്നും കയറുകയില്ലെന്നേ. ഇവിടെ കള്ളന്മാർ കയറുകയില്ല, കാരണം തുറന്നു കിടക്കുന്ന ഒരു വീടാണ്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നിട്ടേക്കുന്ന ഒരു വീട്. ആർക്കും എപ്പോഴും വേണമെങ്കിൽ വന്ന് കയറി വന്ന് നമ്മൾ ഇവിടെ മട അടച്ചിട്ട് പൂട്ടി ആരും വരാതിരിക്കാനുള്ളതല്ലേ, നമ്മൾ അവർക്ക് വേണ്ടിയുള്ളവരല്ലേ. പിന്നെ എന്തിനാ നമ്മളങ്ങനെ ഉള്ളത് പങ്കുവെക്കുന്നു? ഭക്ഷണമാണേലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും വന്നാലും ആദ്യം ചോദിക്കും വെള്ളം കുടിച്ചതാണോ, വിശക്കുന്നുണ്ടോ, ഇത് ചോദിച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനി അതുപോലെയൊക്കെ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വലിയ വലിയ സ്ഥാപനങ്ങളോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒന്നും നമ്മുടെ ഭാവിയിൽ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, അവർക്ക് വേണ്ടി ആവശ്യമുള്ളതൊക്കെ കൊടുക്കുക, അവർക്ക് ഇടർച്ച വരുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുക, ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ചിന്ത. പിന്നെ കരുണ കാണിക്കുക, ആർക്കും വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും അല്ലാതെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ. പിന്നെ എൻ്റെ അമ്മ പറയായിരുന്നേ, ഒരു സ്ത്രീക്ക് വേണ്ടത് മാതൃത്വം, സ്ത്രീത്വം, അത് മാതൃത്വം, സ്ത്രീത്വം വേണം, മനുഷ്യത്വം, ഈ 3 കാര്യങ്ങൾ വേണമെന്ന് പറയുമായിരുന്നു. എപ്പോഴും പറയുമായിരുന്നു, മാതൃത്വം ഉള്ളവളായിരിക്കണം, മനുഷ്യത്വം വേണം, സ്ത്രീത്വം. ഒരു സ്ത്രീക്ക് വേണ്ടതാണ് സ്ത്രീത്വം. ഇത് 3 ഇല്ലെങ്കിലാണ് നമ്മൾ പലപ്പോഴും പല വികൃതികളൊക്കെ കാണിക്കുന്ന ആൾക്കാരെ കണ്ടാൽ മനസ്സിലാകാത്തതൊക്കെ തോന്നുന്നു. ഇത് 3 ഉണ്ടെങ്കിൽ നമ്മൾ നല്ല തീഷ്ണതയിൽ ജ്വലിക്കുന്നവരാകുക. മൂശയെ പോലെ നമ്മൾ നല്ല എവിടെയാണെങ്കിലും തീഷ്ണത. എന്തിനു വേണ്ടി? ദൈവത്തിന് ആത്മാക്കളെ നേടാൻ വേണ്ടി, ആത്മാക്കൾക്ക് കൊടുക്കാൻ വേണ്ടി. എനിക്ക് വല്ലാതെ വേറെ വലിയ വലിയ സ്വപ്നങ്ങളൊന്നും എനിക്കില്ല. ഇതൊക്കെ ദൈവം തന്നതാണ്. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. മദർ പറഞ്ഞത് ഈ ഒരു മടോ ഒരു നഴ്സറി സ്കൂൾ മതി എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ബാക്കി എല്ലാം തന്നത് ദൈവം ദാനമായിട്ട് തന്നതാണ്. കേരളത്തിൽ എത്ര സിസ്റ്റേഴ്സ് ഉണ്ട് ഫിലിപ്പിനേരിക്ക്? ഞങ്ങൾക്ക് 72 സിസ്റ്റർമാർ നമ്മളിവിടെ വന്നു കഴിഞ്ഞു. 93 വന്നു, 23 വർഷം കഴിഞ്ഞു. അന്നേരം ആ 93 മുതൽ 72 സിസ്റ്റർമാരെ ദൈവം നമുക്ക് തന്നു. ഇപ്പൊ കാൻഡിഡേറ്റ്സ് 5 നോവിസസ് അമ്മ പറഞ്ഞതുപോലെ ഇത്രയും. നിങ്ങൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഇറ്റലിയിലേക്ക് മാത്രമാണോ അതോ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാറുണ്ടോ? മറ്റ് ജർമ്മനിയിൽ ഞങ്ങൾ ഇവിടെ മിഷൻ്റെ സാമ്പത്തികം വളരെ പ്രതിസന്ധി വന്നപ്പം പിന്നെ അവിടെ മേഖല ആവശ്യമുണ്ടെന്ന് ഇവിടുന്ന് പോയ ഒരു അച്ഛനും ഒക്കെ കൂടെ ഞങ്ങളോട് പറഞ്ഞപ്പം ഞങ്ങളിവിടെ ഇപ്പം ജർമ്മനിയിലും 2 മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. സാമ്പത്തികമൊക്കെ ഇറ്റലിക്കാരാണ് നമ്മളെ ഇപ്പോൾ ഇവിടുത്തെ കൊണ്ട് ജീവിക്കാനാണ് പറയുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഹോസ്റ്റൽ ജോയ ഹോം എന്ന് പറയും. പിന്നെ നമ്മൾ ജോയ ഹോമിൽ 10-21 കുട്ടികൾ വീടുകളിൽ നിന്നും വന്ന് പഠിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ സഹായിച്ചതാണ്. ഒരു സംരംഭമായിരുന്നു. പാവപ്പെട്ട പഠിക്കുന്ന കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ജോയ ഹോം. അത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ ബാച്ച് അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു നല്ല മെച്ചമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. വീട്ടിൽ നിന്ന് തന്നെ മാതാപിതാക്കളോടൊപ്പം നിന്ന് പഠിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. കാരണം അതാണ്. അതുകൊണ്ട് ഞങ്ങൾ 127 പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. മാനന്തവാടിയിൽ നിന്നും ഈ മലബാർ ഏരിയയിൽ നിന്നും പലരും പറഞ്ഞൊക്കെ വിട്ട് അച്ഛന്മാരൊക്കെ വഴിയായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജർമ്മനിയിലും ഇറ്റലിയിലും അല്ലാതെ വേറെ എവിടെയെങ്കിലും? അൽബനിയയിലുണ്ട്. അൽബനിയയിൽ ഞങ്ങൾക്ക് സിസ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അവിടെ നമുക്കുണ്ട് ഹൗസ് ഉണ്ട്, ഒരു ഹൗസ്. അപ്പോൾ ഇവിടെയുള്ളവർക്ക് ആ രാജ്യങ്ങളിലേക്കൊക്കെ ട്രാൻസ്ഫർ ആവാം. ഇറ്റലിയിലേക്കും പോകാം. പിന്നെ ഇവിടെ തന്നെ ഇപ്പോൾ 7 ഹൗസ് ഉള്ളതുകൊണ്ട് മാറി പോകാം. ആദ്യം നമുക്ക് ട്രാൻസ്ഫർ വരികയല്ലായിരുന്നല്ലോ. എനിക്ക് 3 വർഷത്തേന്ന് പറഞ്ഞ് വിട്ടതാണ്. പിന്നെ എങ്ങനെ എന്നെ ഇവിടെ തന്നെ നിർത്തി പരിചയമുള്ളതാണെന്ന് പറഞ്ഞ് നിർത്തി 23 വർഷമായത്. ഇപ്പം വേറെ സിസ്റ്റേഴ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പം എനിക്ക് നല്ല പ്രതീക്ഷ, നല്ല സന്തോഷത്തോടെ ഞാൻ പോകുന്നത്. കാരണം ഇപ്പം എനിക്ക് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. എന്നെ ഗ്രാമത്തിലേക്ക് അവിടെ ചെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ പ്രതീക്ഷയുള്ളത് അവിടുത്തെ ജനങ്ങളുമായിട്ട് എനിക്ക് അവിടുന്ന് ദൈവവിളി കിട്ടണമെന്നൊരു ചിന്തയുണ്ട്. ദൈവവിളി കിട്ടുമെന്നൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഇപ്പം കിട്ടുന്നൊന്നുമില്ലല്ലോ. ചെന്ന് കഴിഞ്ഞ് നമ്മൾ അവരോടൊപ്പം ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കേണ്ടവരല്ലേ ശരിക്കും. അവർക്ക് വേണ്ടി, അല്ലാതെ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാനാണ് സിസ്റ്റർ ആവേണ്ട ആവശ്യമില്ലല്ലോ. സെൻറ്റ് ഫിലിപ്പിനേരി സന്യാസ സമൂഹം എല്ലാ അർത്ഥത്തിലും പുതുപ്പാടി മേഖലയ്ക്കാകെ ലഭിച്ച ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. 1994 മുതൽ സെൻറ്റ് ജോർജ് കത്തോലിക്ക ദേവാലയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ഇടവക ജനങ്ങളെയും ഇടവകയ്ക്ക് പുറത്തുള്ള നാനാജാതി മതസ്ഥർക്കും വളരെ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുൻകൈ എടുത്ത ഒരു പ്രസ്ഥാനം കൂടിയാണ്. കാലാകാലങ്ങളിലായി ഇവിടെ നിരവധി സിസ്റ്റേഴ്സ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരെല്ലാം യോജിപ്പിച്ചുകൊണ്ട്
സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലാ വിഭാഗം ആളുകളിലേക്കും ഇറങ്ങിച്ചെന്ന് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം സമൂഹത്തിനാകെ സമ്മാനിക്കാൻ ഈ കോൺവെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയത് ബഹുമാന്യയായ ഈ കോൺവെൻറ്റിൻ്റെ മദറായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ ലിസേത്താമ്മയാണ്. എത്ര പറഞ്ഞാലും എല്ലാ ആളുകൾക്കും അനുകരണീയമായ അസാധാരണമായ പ്രവർത്തന ശൈലിക്ക് ഉടമയാണ് സിസ്റ്റർ ലിസേത്ത. വളരെ ചെറുപ്പത്തിലെ തന്നെ വലിയൊരു സന്യാസ സമൂഹത്തിൻ്റെ അമരത്തെത്തുകയും വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഇന്നവേറ്റീവായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത സിസ്റ്റർ ഒരിക്കൽ പോലും ആരോടും സൗമ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് കാണാൻ ഇടവന്നിട്ടില്ല. എല്ലാവരുടെയും അക്ഷരാർത്ഥത്തിൽ എല്ലാവർക്കും സിസ്റ്റർ ഒരു അമ്മ തന്നെയായിരുന്നു. കരുണയുടെയും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും നിറകുടമായിരുന്നു സിസ്റ്റർ എന്ന് പറയുന്നതിൽ ഒട്ടും സങ്കോചിക്കേണ്ടതില്ല. എല്ലാ വിഷമത അനുഭവിക്കുന്ന ആളുകളും സഹായത്തിനായി സിസ്റ്ററിൻ്റെ അടുത്ത് എത്താറുണ്ടായിരുന്നു. മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി അവശത അനുഭവിക്കുന്നവർ, സാമ്പത്തികപരമായി അവശത അനുഭവിക്കുന്നവർ, അങ്ങനെ സമൂഹത്തിൽ വിവിധ തലങ്ങളിലുള്ള ആളുകൾ എല്ലാ കാര്യത്തിനും എന്തിനും എപ്പോഴും ഓടിയെത്തുന്ന, അവർക്കതിന് പ്രാപ്തമായിരുന്ന, അവർക്ക് പ്രാപിക്കാൻ കഴിയുന്ന ഒരു വളരെ സ്നേഹനിധിയായ അമ്മയായിരുന്നു സിസ്റ്റർ ലിസേത്ത. വിശ്വാസ പരിശീലന രംഗത്തും അതുപോലെ കൂദാശകൾ, ആദ്യ കുർബാനയുടെ പരിശീലനവും അതുപോലെയുള്ള എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങൾക്ക് ഇടവകയുടെ ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ സിസ്റ്റർ മുന്നിട്ടിറങ്ങി വന്നിട്ട് ഈ സിസ്റ്റർ ഇവിടെയുള്ള മറ്റ് സിസ്റ്റേഴ്സിൻ്റെ സേവനവും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും തരമാക്കി തരാറുണ്ട്. ഒരു കാര്യം സിസ്റ്റർ ഞങ്ങൾ അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കേണ്ട ആവശ്യം വരാറില്ല. കണ്ടറിഞ്ഞ് ഇടവകയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മനോഭാവം സിസ്റ്റർ ലിസേത്തയ്ക്കുണ്ട്. ഇടവകയുടെ ഏത് ആവശ്യങ്ങൾക്കും സിസ്റ്ററിനെ സമീപിക്കാം. വ്യക്തികളുടെ ആവശ്യങ്ങൾക്ക് സിസ്റ്ററിനെ സമീപിക്കാം. എപ്പോഴും എത്ര വലിയ വിഷയങ്ങൾ പ്രശ്നങ്ങളുമായിട്ട് സിസ്റ്ററിനെ സമീപിച്ചാലും സിസ്റ്റർ അവയെല്ലാം പറയുന്നത് തമ്പുരാൻ്റെ കയ്യിൽ നമുക്ക് കൊടുക്കാം, പ്രാർത്ഥനയിലൂടെ നമുക്ക് ഇതിനെല്ലാം പരിഹാരമുണ്ട്, വിഷമിക്കേണ്ട. എപ്പോഴും പറയുന്നൊരു വാക്കാണ് സിസ്റ്റർ, വിഷമിക്കേണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാകാം. മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ, വിഷമങ്ങളിൽ സിസ്റ്റർ സ്വന്തം സങ്കടമായി ഏറ്റെടുത്തുകൊണ്ട് വിഷമിക്കുന്ന അവസ്ഥകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളോ അല്ലെങ്കിൽ വിശ്വാസ രംഗത്തു നിന്ന് അല്പം വ്യതിചലനം ഉണ്ടാകുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ അമ്മ സങ്കടപ്പെടുന്നതിനേക്കാൾ വലിയ സങ്കടം സിസ്റ്ററിൻ്റെ മുഖത്ത് കാണാറുണ്ട് പലപ്പോഴും. എന്താ ചെയ്യുക സിസ്റ്റർ ആ കുട്ടിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നത് വരെ വലിയ വിഷമവും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് സമയം സിസ്റ്റർ പ്രാർത്ഥിക്കാനായിട്ട് മാറ്റിവെക്കാറുണ്ട്. ഇടവകയ്ക്ക് വേണ്ടിയിട്ടും കോൺഗ്രിഗേഷന് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടായിട്ടും. വ്യാഴാഴ്ച ദിവസങ്ങളിൽ സിസ്റ്റർ രാവിലെ വിശുദ്ധ കുർബാന പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം രാവിലെ മുതൽ അന്ന ദിവസം മുഴുവനും ഉപവസിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ചാപ്പലിലിരുന്ന്. സിസ്റ്ററുടെ വലിയ ഈ കോൺഗ്രിഗേഷൻ്റെ വളർച്ചയ്ക്കും ഈ ഇടവകയുടെ ആത്മീയ മുന്നേറ്റത്തിനുമൊക്കെ ആ പ്രാർത്ഥനകൾ എത്രമാത്രം ഫലപ്രദമായി എന്ന് ഇവിടെയുള്ള ഓരോ വിശ്വാസികൾക്കും അറിയാം. വെള്ളിയാഴ്ചകളിൽ ഈ കോൺഗ്രിഗേഷൻ്റെ മുഴുവൻ സഹോദരിമാരും രാത്രി മുഴുവനും ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും 12 മണിക്കൂർ ആരാധന നടത്തുന്നു വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ. ഇടവകയുടെ എല്ലാ ആത്മീയ മുന്നേറ്റങ്ങൾക്കും ഇടവക ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട്, ഇടവക ജനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സിസ്റ്റർ എപ്പോഴും തയ്യാറാകാറുണ്ട്. ഒരിക്കലും സിസ്റ്ററുടെ സങ്കടപ്പെടുന്നൊരു മുഖം ഇടവക ജനങ്ങൾക്ക് ആർക്കും കാണാനായിട്ട് സാധിക്കില്ല. എത്ര വലിയ വിഷമമോ സങ്കടവുമായിട്ട് നമ്മൾ സമീപിക്കുമ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, ലാളിത്യത്തോടെ, സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചിരുത്തുകയും അവരെ വിഷയങ്ങൾ സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം നമുക്ക് എന്ന് പറയുന്ന ഒരവസ്ഥ. പ്രാർത്ഥിക്കാമെന്ന് പറയുക മാത്രമല്ല, പ്രാർത്ഥിക്കുമെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഇടവകയിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. അതുപോലെ പ്രാർത്ഥിക്കുന്ന സിസ്റ്ററാണ്. സാധാരണ നമ്മൾ കാണാറുണ്ട് സിസ്റ്ററിനെ എനിക്ക് ആകർഷിച്ച ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരു സ്വഭാവ ഗുണമെന്ന് പറയുന്നത്, ഒത്തിരിയേറെ കാലങ്ങൾ 23 വർഷമായി സിസ്റ്ററോടെ സേവനം ചെയ്യുന്നു. ഈ നീണ്ട കാലയളവ് പലപ്പോഴും ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും മുറിമുറിപ്പൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാം ഏതൊരു വ്യക്തിയാണെങ്കിലും. പക്ഷേ ലിസേത്ത സിസ്റ്ററോട് ആർക്കും ഒരു എതിർപ്പോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ ഇടവകയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല.
ഈ ഫിലിപ്പിനേരി കോൺഗ്രിഗേഷൻ്റെ സ്ഥാപകരാരൊക്കെയായിരുന്നു? ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ ആഞ്ചല ഗാംബി എന്ന് പറയുന്ന സ്ത്രീയാണ് തുടങ്ങിയത്. അന്ന് യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ 1794 മഠം ആരംഭിച്ചത്. യുദ്ധം കൊണ്ട് ഒത്തിരി പെൺകുട്ടികളൊക്കെ ഇങ്ങനെ എല്ലാവരും അവരെ ചൂഷണം ചെയ്യുന്നത് കണ്ടുകൊണ്ട് അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഈ ഫിലിപ്പിനേരി പുണ്യാളൻ്റെ സഭയിലെ ഒരു അച്ഛനെ ഫെർഡിനാൻഡോ ഫത്തറാഷി എന്ന് പറയും, ഫത്തറാഷി അച്ഛനാണ് വന്ന് ഈ ചൈതന്യത്തിൽ ഈ സ്പിരിച്വാലിറ്റി എടുത്തുകൊണ്ട് അതിൽ ഈ കോൺഗ്രിഗേഷൻ ആരംഭിക്കാനായിട്ട് ഫിലിപ്പിനേരി പുണ്യാളൻ്റെ ചൈതന്യത്തിൽ. ഫിലിപ്പിനേരി സമൂഹം ലോകം മുഴുവനുണ്ട്. വത്തിക്കാൻ്റെ പൊന്തിഫിക്കൽ പദവി ലഭിക്കുക 1500 കൂടുതൽ സിസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഓരോ കോൺഗ്രിഗേഷനും ഓരോ ഫൗണ്ടേഴ്സാണ്. ഞങ്ങളുടെ ഇവരാണെങ്കിൽ ഫിലിപ്പിനേരി ഫ്ലോറൻസാണ് ഞങ്ങൾ. ഫിലിപ്പിനേരി ജേനവക്കാരുണ്ട്, ഫിലിപ്പിനേരി സ്പെയിനുണ്ട്, ഫിലിപ്പിനേരി ബെൽജിയം ഉണ്ട്, ഫിലിപ്പിനേരി കാനഡ ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഫിലിപ്പിനേരിയുടെ ചൈതന്യത്തിൽ ലോകം മുഴുവനുണ്ട്. ഒറട്ടോറിയം സ്ഥാപകനാണ് ഫിലിപ്പിനേരി പുണ്യാളൻ. അതടുത്താണ്, ആ സ്പിരിച്വാലിറ്റി അടുത്താണ് ഡോൺ ബോസ്കോ ആരംഭിച്ചത്. ഫിലിപ്പിനേരി പുണ്യാളൻ്റെ സ്പിരിച്വാലിറ്റിയാണ് ഡോൺ ബോസ്കോ ഒറട്ടോറിയം തുടങ്ങിയത്. യഥാർത്ഥ ഫൗണ്ടർ. ഇതിൻ്റെ ഒറട്ടോറിയം ഒക്കെ അവിടെ ഇപ്പോഴും ഉണ്ട്, ഒറിജിനലായിട്ട് അവിടെ ഉണ്ട്. അതായത് കുട്ടികളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള അവസരം കൊടുക്കുക. എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക, ദൈവസ്നേഹത്തിൽ വളർത്തുക എന്നുള്ളതായിരുന്നു. അതിന് നമ്മൾ ത്യാഗം ചെയ്യാതെ ഒന്നും നടക്കുകയില്ല. നമ്മൾ ത്യാഗം ചെയ്താൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ ഒരു നല്ല ജീവിതം. ഈ ദൈവവിളിയെപ്പറ്റി പറയുമ്പോഴുണ്ടല്ലോ, ഞാൻ ഈ ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയും ദൈവവിളി എന്തിനാണ്. ഈ വിളി നമ്മൾ മറ്റുള്ളവരുടെ അമ്മയായിട്ട് ജീവിക്കാനും അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തമായി ജീവിക്കാനും ഒക്കെ ഇത്രയും നല്ല സന്തോഷമുള്ളൊരു ജീവിതം വേറെ ഇല്ല. എനിക്കതേ പറയാനുള്ളൂ. ഇത്ര സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നൊരു ജീവിതമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്തും ചെയ്യാം, എല്ലാവരും ജീവിക്കാൻ പറ്റും നമുക്ക്. ഒരിക്കലും ഈ ജീവിതത്തെക്കുറിച്ചൊരു ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. എന്തൊരു നല്ലതാണ്, ദൈവമേ നിനക്ക് നന്ദി, എന്നും അങ്ങനെ നന്ദി പറയാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്നത്. ക്രൈസ്തവ സഭയുടെ ആസ്ഥാനമായ റോമിൻ്റെ 2ാമത്തെ അപ്പസ്തോലനും എളിമയുടെയും സന്തോഷത്തിൻ്റെയും പുണ്യവാനുമായ വിശുദ്ധ ഫിലിപ്പിനേരി 1515 ജൂലൈ 21 ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ സർ ഫ്രാൻസിസ്കോ ഡി ഫിലിപ്പോയും മാതാവ് ലുക്രീഷ്യ മുസിയാനോയുമായിരുന്നു. അവരുടെ 3 മക്കളിൽ 2ാമത്തെ മകനായി വിശുദ്ധ ഫിലിപ്പിനേരി ജനിച്ചു. ജനിച്ച് അന്ന് തന്നെ അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഫിലിപ്പോ റൊമോളോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ജ്ഞാനസ്നാന നാമം. ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് തൻ്റെ സ്വർഗീയ അമ്മയായി പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുകയും പരിശുദ്ധ അമ്മയോടും പരിശുദ്ധാത്മാവിനോടുമുള്ള പ്രത്യേക ഭക്തിയിലും സ്നേഹത്തിലും അദ്ദേഹം വളർന്നു വരികയും ചെയ്തു. കൂട്ടുകാരുമായി കളികളിൽ ഏർപ്പെടുമ്പോഴും അവരിൽ നിന്നെല്ലാം മാറി നിശബ്ദമായി ഏകാന്തതയിൽ ദീർഘനേരം അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. വൈകുന്നേരങ്ങളിൽ കൂട്ടുകാരോടുകൂടി 7 പള്ളികൾ കയറി ഇറങ്ങുകയും ജപമാല പ്രദക്ഷിണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് തെരുവീഥികളിൽ കൂടെ സഞ്ചരിക്കുകയും ചെയ്യുമായിരുന്നു. യൗവനത്തിലേക്ക് കടന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണമായൊരു ദാഹം ജ്വലിച്ചുകൊണ്ടിരുന്നു. തൻ്റെ പഠനത്തിൻ്റെ സമയത്ത് പോലും വിശുദ്ധരുടെ പുസ്തകങ്ങൾ കൂടുതലായി വായിക്കുകയും നന്മപ്രവൃത്തികൾ ചെയ്യുകയും ആവുന്നത്ര പരിഹാര കർമ്മങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് ദീർഘനേരം നിശബ്ദമായി ഏകാന്തതയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. റോമിലെ ഭൂഗർഭാലയങ്ങളിൽ ആദിമ ക്രൈസ്തവ സമൂഹം മതമർദ്ദനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന സമയങ്ങളിൽ ആരോരും അറിയാതെ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു. വിശുദ്ധ ഫിലിപ്പിനേരിയും നിത്യവും അങ്ങനെയുള്ള ഭൂഗർഭാലയങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു ഭൂഗർഭാലയത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവ് ഒരു തീഗോളം പോലെ അദ്ദേഹത്തിൻ്റെ വായിലേക്ക് പ്രവേശിച്ച് നെഞ്ചിനുള്ളിൽ ജ്വലിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ കൂടെ ശക്തിയായി ഇടിക്കുന്നതായും ശരീരം മുഴുവൻ അതികഠിനമായ ചൂട് നിറയുന്നതായും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അദ്ദേഹം നിലത്ത് കമിഴ്ന്ന് വീണ്, കർത്താവെ ഇത് മതി, ഇത് സഹിക്കുവാൻ ഞാൻ അശക്തനാണെന്ന് തീഷ്ണതയോടെ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. താമസിക്കാതെ ആ ചൂട് നിലച്ചെങ്കിലും അന്നു മുതൽ മരണം വരെ അദ്ദേഹത്തിൻ്റെ വാരിയിൽ മുൻപോട്ട് തള്ളി ദൈവസ്നേഹത്താൽ ജ്വലിച്ചിരുന്നതായി
സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രേക്ഷിത പ്രവർത്തനം റോമിൻ്റെ തെരുവീഥികളിൽ ആരോരും ആശ്രയമില്ലാതെ അലഞ്ഞു നടന്നിരുന്ന അനാഥ കുട്ടികളെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും അവരുമായി കളികളിൽ ഏർപ്പെടുകയും അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയുമായിരുന്നു. ക്രമേണ അവർക്കായി ഒരു ഓറട്ടറി സ്ഥാപിക്കുകയും ആ സ്ഥാപനത്തിലേക്ക് അനാഥരും ആലംബരുമായ അനേകം യുവാക്കളെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അവിടെ മാത്രം ഒതുങ്ങി നിന്നില്ല. പൊതുസ്ഥലങ്ങളിൽ, കടകളിൽ, ധനകാര്യ സ്ഥാപനങ്ങളിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്തെല്ലാം അദ്ദേഹം ധൈര്യപൂർവ്വം കയറി ചെല്ലുകയും ദൈവത്തെക്കുറിച്ച്, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് കൂട്ടുകാരും നാട്ടുകാരുമെല്ലാം അദ്ദേഹത്തെ വിശുദ്ധനെന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം തെരുവീഥികളിൽ കൂടി ഭ്രാന്തനെ പോലെ നടക്കുകയും തൻ്റെ ഒരു താടിയുടെ ഒരു ഭാഗം വടിച്ച് വീഞ്ഞു കുടിച്ച് നടക്കുന്നതായി തെരുവീഥികളിൽ കൂടെ കാണപ്പെട്ടു. ഒരു ദിവസം ആൾക്കാർ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് വിളിച്ചാൽ പിറ്റേ ദിവസം ഒരു ഭ്രാന്തൻ നടന്നു പോകുന്നുവെന്ന് വരെ പറയുമായിരുന്നു. എവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പുണ്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നത് കണ്ടാൽ പിറ്റേ ദിവസം വിശുദ്ധൻ പുണ്യത്തിനെതിരായി തൻ്റെ വിശുദ്ധി കാണാതിരിക്കാനായി എളിമയോടെ ത്യാഗപ്രവൃത്തികൾ ചെയ്ത് ആരോരും അറിയാതെ നിശബ്ദതയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘനേരം ദൈവത്തോട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ജീവിച്ച് 1595 മെയ് 26 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം ജീവചരിത്രങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ കൂടുതലായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കാരണം വിശുദ്ധനായി വിശുദ്ധിയോടെ ജീവിച്ച അദ്ദേഹം ഒരുപാട് ലേഖനങ്ങളും കത്തുകളും കവിതകളും പ്രഭാഷണങ്ങളുമൊക്കെ എഴുതിയിരുന്നുവെങ്കിലും അവയൊക്കെ തൻ്റെ അന്ത്യത്തോടടുത്തപ്പോൾ കത്തിച്ചു കളയുകയാണ് ചെയ്തത്. കാരണം തൻ്റെ വിശുദ്ധി തന്നിൽ തന്നെ ഒതുങ്ങിക്കൂടുവാൻ മറ്റാരും അറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അത്രയേറെ എളിമയുടെ പുണ്യവാനായിരുന്നു വിശുദ്ധ ഫിലിപ്പിനേരി. അതുപോലെ ജീവിതത്തിൽ ആരെങ്കിലും വേദനിച്ചിരിക്കുന്നത് കണ്ടാൽ അവരുടെ അടുത്ത് ചെന്ന് സ്വയം ത്യാഗം ചെയ്ത് കൊച്ചു കൊച്ചു തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സന്തോഷത്തിൻ്റെയും എളിമയുടെയും പുണ്യവാളനെന്ന് അദ്ദേഹം ഇന്നും അറിയപ്പെടുന്നു. സിസ്റ്റർ ഞായറാഴ്ച തിരിച്ചു പോവുകയാണല്ലോ. സിസ്റ്റർ തിരിച്ചു പോകുന്ന സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാൻ പോകുന്നത് കസ്തൽ ഫ്രാങ്കോ എന്ന സ്ഥലത്തേക്കാണ്. ഒരു ഗ്രാമപ്രദേശം. വലിയ യാത്രാ സൗകര്യങ്ങളൊന്നും അധികം ഇല്ല. സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ പോകാവുന്ന സ്ഥലമാണ്. ഫിലിപ്പിനേരി പുണ്യാളൻ അവിടെയായിരുന്നു. ഈ വേനൽക്കാല വസതി ആയിരുന്നു ഫിലിപ്പിനേരി പുണ്യാളൻ്റെ. അവിടെ ഞങ്ങൾ ഇടവക പ്രവർത്തനങ്ങളായിരിക്കും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വേറെ ആക്ടിവിറ്റീസൊന്നുമില്ല. ഒരുപാട് നന്മ ചെയ്യാനുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. വീടുകളിൽ പോകാനും ജനങ്ങൾക്ക് ആവശ്യമായ ചൈതന്യം പകർന്നു കൊടുക്കാനും കൂടുതലായിട്ട് പിന്നെ എനിക്ക് ദൈവവിളി അവിടുന്ന് ലഭിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. എൻ്റെ മനസ്സിലൊരാഗ്രഹമാണത്. നമ്മൾ നന്നായിട്ട് ജീവിച്ച് അവർക്ക് മാതൃക കാണിച്ച് അവരോടൊപ്പം ആയിരിക്കുക എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ നമ്മളെ പിരിഞ്ഞപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാനൊന്നുമില്ലല്ലോ. അവരിന് വേണ്ടി ജീവിക്കുക. എന്ത് വന്നാലും ദൈവം തരുന്നതാണെന്നുള്ള ഒരു പ്രചോദനമാണത്. ഈശോ അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കാമെന്ന് എനിക്ക് ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടി വരുള്ളൂ. ഈ ട്രാൻസ്ഫർ ഒരു നന്മയാണ്, അങ്ങോട്ട് വെച്ചത് ഒരു നന്മയാണ്. എനിക്ക് സ്ഥാനമൊന്നുമില്ല. ഇത്രയും നാളും വർഷം മദറായിട്ടൊക്കെ ഇവിടെ ജീവിക്കുമായിരുന്നു. എനിക്കത് സന്തോഷം മാത്രമേ ഉള്ളൂ. അതും ദൈവം തന്നതായിരുന്നു. ഇന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഇതും ദൈവം തന്നെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. അതുകൊണ്ട് സന്തോഷത്തോടെ പോകുന്നു. നന്മ ചെയ്യണമെന്ന് ആഗ്രഹം, ദൈവത്തിൻ്റെ സന്തോഷം കൊടുക്കണമെന്ന് ആഗ്രഹം. സിസ്റ്റർക്ക് ഷാലോം TV പ്രേക്ഷകരോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? കൂടുതൽ കാരുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ദൈവസ്നേഹവും ആ സന്തോഷവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കുവാനും എല്ലാവരുടെയും അമ്മയായി എല്ലാവർക്കും അത്താണിയായി തീരുവാനും നമ്മളൊരാഗ്രഹം എല്ലാവരിലും ഉണ്ടാകണം. വിശുദ്ധ ഫിലിപ്പിനേരിയുടെ ആ ചൈതന്യം സ്വന്തമാക്കിക്കൊണ്ട് ആ തീഷ്ണതയിൽ ജ്വലിക്കുന്നവരായിട്ട് ധാരാളം ആത്മാക്കളെ നേടുവാനായിട്ട് വിളിക്കപ്പെട്ട എല്ലാവർക്കും കഴിയണം. നമ്മളുടെ സാന്നിധ്യം കൊണ്ട് ധാരാളം ആത്മാക്കൾ ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് തീരുവാനായിട്ട് ഈശോ നമ്മളെ വിളിച്ചത് ഇഷ്ടപ്പെട്ട് വിളിച്ചതാണ് എന്നുള്ള ബോധ്യത്തിൽ ഇഷ്ടപ്പെട്ട് വിളിച്ചപ്പം
ഈശോയുടെ കൈകളാണ് നമ്മളുടെ കൈകൾ. ഈശോയ്ക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ നമുക്കിപ്പം നമ്മളിലൂടെ ചെയ്യാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടതെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാനായിട്ട് സാധിക്കുകയില്ല. അവന് വേണ്ടി ആത്മാക്കളെ നേടണമെന്നുള്ള ആ വിശുദ്ധാത്മാക്കളുടെ ആ തീഷ്ണത നമ്മളിലുണ്ടാകുമ്പോൾ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ലോകത്തിന് ഐശ്വര്യം ഉണ്ടാകും. നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും അനുഗ്രഹം ഉണ്ടാകും. നമ്മൾ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലും സൗഖ്യമുണ്ടാകും. നമ്മുടെ സാന്നിധ്യം കൊണ്ട് അനേകർ ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് ഇടയാവും. അത് അനുഭവിച്ച വ്യക്തിയും കൂടെയാണ് അത് അനുഭവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുമുണ്ട്. അതെല്ലാവർക്കും സാധിക്കട്ടെ. കൂടുതൽ നന്മ ചെയ്യുവാൻ വേണ്ടി, കൂടുതൽ ആത്മാക്കളെ നേടുവാൻ വേണ്ടി, കൂടുതൽ പുണ്യങ്ങളിൽ വളർന്നു വരുവാൻ വേണ്ടി, അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. സിസ്റ്ററെ, ഇത്രയും സമയം ഷാലോം TV പ്രേക്ഷകർക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും സിസ്റ്ററിൻ്റെ വ്യക്തിപരമായ ജീവിതവും സമർപ്പിത ജീവിതവും വിശുദ്ധനായ ഫിലിപ്പിനേരിയുടെ ജീവിതവും ഞങ്ങൾക്ക് പകർന്നു തന്നു. എങ്ങനെ ഒരു സമർപ്പിത സഭയിലും കുടുംബത്തിലും ഇടവകയിലും സമൂഹത്തിലും എങ്ങനെയായിരിക്കണമെന്ന് ഞങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങളിലൂടെ പകർന്നു തന്ന സിസ്റ്റർക്ക് നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സമർപ്പിതയുടെ വിശേഷവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ചെറിയവരും വലിയവരും കുരിശിൻ വിജയത്താൽ നരരും വാനവരും ഒരു ഗണമായി മാറി ആനന്ദത്തോടവരെന്നും നാദാതാവക സന്നിധിയിൽ അഖിലേശാസ്തുതി അങ്ങേക്കൻ ഏകസ്വരത്തിൽ പാടുന്നു. സഭയെ നീ തൃക്കൺ പാർക്കണമേ. കർത്താവിനെ ഞാൻ പാടി പുകഴ്ത്തും. മിശിഹാ കർത്താവേ, താവക ഭവനത്തിൽ തപസ്തുതരണയുന്നു. സൃഷ്ടികളങ്ങേ സ്തുതിഗീതം പാടും മോഹന നിമിഷത്തിൽ. നന്ദി നിറഞ്ഞ മനസ്സോടെ ഞങ്ങളും ഒന്നായി പാടുന്നു. കനിവൊടു നീ